ഇത് നമ്മുടെ ഡേ 1 ഓഫ് ജിമ്മാണ്. നമ്മുടെ പ്രോട്ടീൻ പൗഡർ വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ ഫിറ്റ്സ് ലാബ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ. ഞാൻ എടുക്കുന്ന മസിൽ മാസിന്റെ ആണ്. മറ്റേ വേ പ്രോട്ടീന് എൻ്റെ ആവശ്യം ഇല്ലെന്ന് ജിം ട്രെയിനർ പറഞ്ഞു. കാരണം എൻ്റെ ശരീരത്തിൽ വേ പ്രോട്ടീൻ്റെ ആവശ്യമില്ല, ഇനി മാസ് ഗെയിനറാണ് വേണ്ടത്. അപ്പം ഇന്ന് ഡെക്കാത്ലണിൽ പോകണം. എനിക്കൊരു കുപ്പിയും ഷേക്കറും പിന്നെ ബാഗും കാര്യങ്ങളും എല്ലാം മേടിക്കണം. പിന്നെ ഇതെൻ്റെ കൂട്ടുകാരൻ അപ്പൊ ഞാൻ പോകുന്ന ജിമ്മ് നമ്മുടെ കൊല്ലത്തുള്ള ഗോൾസ് എന്ന് പറയുന്ന ജിമ്മാണ്. എളമ്പള്ളൂരാണ് ആ ജിമ്മ്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്തിട്ട് 3 ദിവസമായി. ഞാൻ വ്ലോഗ് ഇന്നാണ് എടുക്കുന്നത്. അപ്പൊ ഇന്നോട്ടായിരിക്കും ഞാൻ എൻ്റെ പ്രോഗ്രഷൻ വീഡിയോ ഇടുന്നത്. പിന്നെന്താ പറയാ, സപ്പോർട്ട് ചെയ്യുക, ഇതൊക്കെ തന്നെ. പിന്നെ എല്ലാ ദിവസവും വീഡിയോ വരുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലേ? ഓക്കെ, ജിമ്മ് എത്താറായി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഇപ്പോൾ എത്തും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇന്ന് ഞങ്ങൾ ചെസ്റ്റും ട്രൈസുമാണ് ചെയ്യുന്നത്. പിന്നെ എന്തുവാ 2 ദിവസം ചെയ്തതിൻ്റെ നല്ല വേദനയുണ്ട് ശരീരത്തിൽ. ഇന്ന് എത്ര ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈറ്റ് വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റ് ടൈമല്ലേ വ്ളോഗ് എടുക്കുന്നത്, അതുകൊണ്ട് അതിൻ്റെതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, സഹകരിക്കുക. അപ്പൊ ഇനി ജിമ്മിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, ബൈ. നമ്മളങ്ങനെ ജിമ്മിൽ എത്തി, വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി. കുപ്പി എടുക്കാം, കുപ്പി. വീടല്ല, റോഡാന്നേ. കേറി നേരെ RIP ആവും. തല ഇടിച്ചടാ. ഇതാണ് ഞങ്ങൾ പോകുന്ന ജിമ്മ്. കണ്ടോ? കോണ്ടാക്ട് ചെയ്താൽ മതി, അവര് എന്നിട്ട് സംസാരിച്ച് താല്പര്യമുള്ളവർ വരിക. അങ്ങനെ എൻ്റെ വർക്കൗട്ട് കഴിഞ്ഞ്, ചെസ്റ്റിന് ഒരു വർക്കൗട്ട് കഴിഞ്ഞ് ഇപ്പോൾ എന്താ ഇവിടെ ഷോൾഡർ പ്രസ് അടിക്കാൻ പോവുക. ഇന്ന് ഞങ്ങളിത്തിരി നേരത്തെ വന്ന വ്ളോഗ് എടുക്കണ്ടോണ്ട്, അല്ലേ ഭയങ്കര ആളാണ് ഇവിടെ, ആട്ടൊക്കെ ഉണ്ട്. അഭിനയിക്കുകയല്ലേ. ഇനി അടുത്തത് ഇംഗ്ലണ്ടാണ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ സാധനം തന്നെ നമ്മൾ ഇംഗ്ലണ്ട് ചരിഞ്ഞിരുന്നിട്ട് അടിയും. അടുത്ത വർക്കൗട്ട് അതാ.
2 വർക്കൗട്ട് കഴിഞ്ഞ്. അപ്പോൾ എന്നോട് ആശാൻ പറഞ്ഞത് എന്തുവാ, നീ ഇത് യൂട്യൂബിലോ ഇൻസ്റ്റയിലോ ബ്ലോഗ് എടുക്കുന്നുണ്ടപ്പോൾ പറഞ്ഞ ഇതൊരു ചാലഞ്ചായിട്ട് ഈ 30 days ചാലഞ്ച് 70 days ചാലഞ്ച് ഇല്ലേ, അതൊന്ന് ചെയ്ത് നോക്ക്, ചിലപ്പോൾ നല്ല സപ്പോർട്ടും കിട്ടും, ഇത് ചെയ്യാം. അപ്പോൾ ഞാൻ കരുതിയാൽ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവാം. അപ്പോൾ ഞാൻ 30 days ചാലഞ്ച് ഇന്നോട്ട് തുടങ്ങുക. എന്തുവാവും എന്ന് അറിഞ്ഞുകൂടാ, നോക്കാം, ട്രൈ ചെയ്യാം. ഞാൻ മിക്കവാറും 30 ദിവസമേ കാണും, കാരണം അത് കഴിഞ്ഞ് എനിക്ക് ബാംഗ്ലൂർ BSc നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞ് അതിന് പോകണം. അതുകൊണ്ട് എന്തുവാന്ന് അറിഞ്ഞുകൂടാ, കിട്ടുന്ന പോലെ ചെയ്യും, പറ്റുന്ന പോലെ ചെയ്യാൻ നോക്കാം. മാറ്റം വരണം, കാരണം ഞാൻ മറ്റേ പ്രോട്ടീൻ പൗഡർ വേയല്ല, മറ്റേ സാധാ മസിൽ ഗെയിനർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഇച്ചിരി ബോഡി വെയ്റ്റും കൂട്ടണം, അതിൻ്റെ കൂടെ വർക്കൗട്ട് ചെയ്ത് എന്തെങ്കിലും മാറ്റമൊക്കെ കൊണ്ടുവരണം. സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ. ബൈ. നമ്പർ 2 അത് തന്നെ. ഫ്ലൈ എന്ന് പറയുന്ന ഒരു സംഭവം, അതോട് ചേർത്ത് ഇപ്പോൾ 3ാമത്തെ എക്സസൈസ് കഴിഞ്ഞ് 3 സെറ്റ് വെച്ച് 15 റെപ്പ്. കുഴപ്പമില്ല, ഇത്തിരി വേദനയുണ്ട്. ഇനി അടുത്ത് എന്തുവാന്ന് ആശാനോട് ചോദിക്കണം. ഓക്കെ.
റേസിന് ചെയ്ത മറ്റേ റോപ്പിന് അടിച്ചൊന്നും കാണിക്കാൻ പറ്റില്ല, കാരണം അവിടെ ഭയങ്കര ആളൊക്കെ ആയിരുന്നു. ഞാൻ പിന്നെ ഇപ്പോൾ ഡെക്കാത്തലോണിൽ പോകണം. അത് എന്തായാലും ഇതിൻ്റെ കൂടെ ഇടും, കാരണം സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ഡേ ഒരു ഡേ അല്ലേ. എന്തായാലും ഇപ്പോൾ ഇനി അച്ചുകൂടി ചെയ്ത് കഴിഞ്ഞാൽ പോവും. പിന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു, ചെയ്യണം. ഓക്കെ, താങ്ക് യു. അങ്ങനെ ജിമ്മ് കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ പോവുക. ഇനി അടുത്തത് ഡെക്കാത്തലോണിൽ പോകണം. അവിടെ പോയിട്ട് കാണാം. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങള് ഡെക്കാത്തലോണിൽ എത്തി പോവുക. കാറ് പാർക്ക് ചെയ്ത് ഇറങ്ങി. മോനെ പറ്റത്തില്ലയോ? അപ്പൊ സാധനം വാങ്ങിച്ചിട്ട് കാണാം. ബൈ. അങ്ങനെ ഈ കുപ്പി വാങ്ങിച്ച 700 ml ഏകദേശം ഒരു 599 രൂപയായിട്ടുണ്ട്. കുഴപ്പമില്ല, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ കണ്ടാൽ മതിയായിരുന്നു. ഓക്കെ, ബൈ. അങ്ങനെ ഞങ്ങൾ ഡെക്കാത്തലോണിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്ക് കൊല്ലംകാർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ബ്രൂ ആൻഡ് ഫ്ലൈ എന്ന് പറയുന്ന വളരുന്ന ഒരു കഫേയാണ്. അത്യാവശ്യം നല്ല പ്രീമിയം കഫേയാണ്. അവർക്ക് വിസ കൺസൾട്ടൻസി എല്ലാം ഉള്ളതാണ്. അപ്പോൾ ഞങ്ങൾ കരുതി ഇവിടെ കയറി കാപ്പിയോ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതാ. ഞങ്ങൾ കണ്ടുപോകും. ഇവിടെ അത്യാവശ്യം വെളിയിലും അകത്തുമായിട്ടൊക്കെ നല്ല ഡൈനിങ് സ്പേസ് ഉണ്ട്. എനിക്ക് ലെഗിനടിച്ചിട്ട് ഭയങ്കര വേദനയാണ്. അയ്യോ, അപ്പം കാപ്പി കുടിച്ചിട്ട് കാണാം. ഇവർക്കിവിടെ മെനു ഒക്കെ സ്കാൻ ചെയ്യാൻ, മെനു അറിയണമെങ്കിൽ ഇത് സ്കാൻ ചെയ്താൽ മതി. ഭയങ്കര സെറ്റപ്പാണ്. തണുത്തിട്ട് പാടില്ല, പനിയെന്ന് തോന്നുന്നു. അത്യാവശ്യം പ്രീമിയം. ഞാൻ ഓർഡർ ചെയ്ത് ഈ സാധനം, പിന്നെ ഈ സാധനം, പിന്നെ ഈ സാധനം, പിന്നെ 2 കഫേ ലാറ്റെ കോഫി. പ്രൈസ് വെച്ച് നോക്കുവാണെങ്കിൽ നല്ല വെർത്താണ്. പ്രൈസിന് നല്ല വെർത്ത് സാധനമാണ്. കൊല്ലത്തോട്ട് വരുവാണെങ്കിൽ അങ്ങോട്ട് കയറി നോക്ക്. How's that? Next. Wait. അല്ലാതെ അവിടെ സൈഡിൽ നിന്ന് എടുക്കുന്നയാ. ഞാൻ എടുത്തുതരാം. ഞാൻ എൻ്റെ ഇത് കണ്ടായിരുന്നടാ. ഹുക്കിട്ട് വെച്ചേക്കുക. ഇതങ്ങ് കഴിച്ചാൽ അങ്ങനെ കഴിക്കും. വേണ്ടാണ്ട് അങ്ങനെ കഴിക്കും. ഓറിയറിനാ എടുത്തിട്ടുണ്ട്. ഇതിട്, യോർക്കിട്. എല്ലാം ഇച്ചിരി ഇടുന്നത്. ആ എടാ ഓറിയ പിന്നെ ഹൈ ഷുഗർ.
ഡൽഹിയിലർക്ക് ഇഷ്ടപ്പെട്ടത് ഇതും ഇഷ്ടപ്പെട്ട് പയ്യെ പറ. ഇതും ഇഷ്ടപ്പെട്ടു. ഇതൊരു ആവറേജ്, ഭയങ്കര മധുരമാണ്. ആവറേജ് ഇത് പക്ഷേ പൊളിച്ചാണ്, ഒരു രക്ഷയില്ല. ചീസ് കൊറിയൻ ചീസ് ബണ്ണിന് എന്തോ പേര്, ഇത് ഓറിയോ കേക്ക്, ഇത് ചിക്കൻ സാൻഡ്വിച്ച്, പിന്നെ ഇത് കഫേരല്ലേ, ഇത് നമ്മൾ ട്രൈ ചെയ്യാൻ പോകാം. മധുരമില്ല, അത് കുഴപ്പമില്ല. ഹലോ ഗൈസ്, അങ്ങനെ മത്തടിച്ചതാ ഇവനെ കണ്ണു അടച്ച വണ്ടി ഓടിക്കുന്നത്. പെരുത്തിരിക്കോ ഇപ്പൊ ആ വീഡിയോ ഒന്നും നോക്കാൻ പോലും വയ്യ. ആ ചീസൊക്കെ ഭയങ്കരമായിട്ട് തലക്ക് കയറി, മത്തടിച്ച് പോയി. പിന്നെ ഒന്നാമത്തെ ആ ലെഗ് ഇന്നലെ വേണ്ടായിരുന്നു, അടിച്ച് വെയിറ്റ് ഇട്ടെല്ലാം കൂടി അടിച്ച് ഡോപ്പമിന തീർന്ന്, കഴപ്പങ്ങ് മാറി. ഓക്കെ, ഇപ്പം ഞങ്ങൾ തിരിച്ച് പൊക്കോണ്ടിരിക്കുക, അത് പറയാനായിട്ട് വീഡിയോ എടുത്ത. ഓക്കെ ബൈ, കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ.